Python programming. Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ പ്രോഗ്രാമാണ്. ലാബോറട്ടറി വർക്ക് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇന്ന് സെക്കൻഡ് പ്രോഗ്രാം ടു ഡെമോൺസ്ട്രേറ്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ പൈത്തൺ. പൈത്തൺ അകത്ത് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, അത് ഉപയോഗിച്ച് ചെയ്യാവുന്ന കുറച്ച് പ്രോഗ്രാംസ് നോക്കാം. അപ്പോൾ അതിനകത്ത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റർ, അതുപോലെ കമ്പാരിസൺ ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഇതെല്ലാം അതിൽ വരും. നമുക്ക് പ്രോഗ്രാം നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം പൈത്തന്റെ IDE ഓപ്പൺ ആക്കുക. IDLE ലേണിംഗ് എൻവയോൺമെന്റ് ഓപ്പൺ ചെയ്യാം. ഇതാണ് പൈത്തന്റെ ലേണിംഗ് എൻവയോൺമെന്റ്, IDLE ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ലേണിംഗ് എൻവയോൺമെന്റ്. ഇവിടെ നമുക്ക് പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. x is equal to 5, then y is equal to 2, വാല്യൂ എൻ്റർ ചെയ്തു. then print ബ്രാക്കറ്റിനകത്ത് x plus y, എന്താ വാല്യൂ കിട്ടും? 7. അപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേഷനിലെ അഡീഷൻ ആണ് ഇപ്പോൾ പെർഫോം ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ മൈനസ് കൊടുത്തു, മൈനസ് y, എന്താണ് ഔട്ട്പുട്ട് കിട്ടുക? 3. നെക്സ്റ്റ് ഡിവിഷൻ 2.5, പോയിന്റിലെ വാല്യൂ 14 പോയിന്റ് ആണ് വരിക. അതുപോലെ ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, 10. 2 into 5 10. മോഡുലസ് ഓപ്പറേറ്റർ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പെർസെൻറ്റേജ് ആയിരിക്കും. മോഡ് y. ഓക്കെ, 1. 5 മോഡ് 2 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 1 ആണ് കിട്ടുക. ആ 1 ആണ് അവിടെ പ്രിന്റ് ചെയ്ത് വരിക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് x is equal to 7 ഒരു വാല്യൂ. നെക്സ്റ്റ് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു കേട്ടോ. 7 പ്രിന്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഈ ഓപ്പറേഷൻസ് നമുക്ക് വേറെ രൂപത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, x mod 3, x mod is equal to 3. ഇതിന്റെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ x is equal to x mod 3 എന്നാണ് ഉണ്ട്. x is equal to x mod 3. അതിന്റെ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യും. x നമുക്ക് സ്റ്റോർ ചെയ്യിപ്പിക്കും. അതാണ് ഞാൻ കണ്ടത്. x mod 3 equal to x mod is equal to 3. ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇത് x ന്റെ വാല്യൂ എത്രയാ? 7 ആണ് ഇപ്പോൾ അല്ലേ? 7. ഓക്കെ, x mod is equal to 3. പ്രിന്റ് ബ്രാക്കറ്റിനകത്ത് x എത്ര കിട്ടും? 1. x is equal to 7. Then x mod is equal to 4. പ്രിന്റ് ചെയ്യിപ്പിക്കാം. സോ പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിന്റ് x. ഓക്കെ, 3 കിട്ടി. തിരിച്ചു നോക്കാം. നമുക്ക് ഈ വാല്യൂസ് ഇതുപോലെ റിമൈൻഡർ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് x plus 3, x plus is equal to 3. then അത് പ്രിന്റ് ചെയ്യിപ്പിക്കും. പ്രിന്റ് ബ്രാക്കറ്റില് x. ന്റെ വാല്യൂ ഇപ്പൊ എത്ര നോക്കിയിട്ട് വേണം ചെയ്യാം. x ന്റെ വാല്യൂ 3 ആയിരുന്നു. ഇവിടെ x ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിച്ചപ്പോൾ 3 ആണ്. 3യോട് കൂടെ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 ആണ് ആൻസർ കിട്ടുക. ഇത് x ന്റെ വാല്യൂ എത്ര ഉണ്ട്? 6 ആണ്. ഓക്കെ അല്ലേ? നോക്കാം. നെക്സ്റ്റ് x minus is equal to 4. x ന്റെ ഓൾറെഡി വാല്യൂ ഇപ്പോൾ ഉള്ളത് എന്തായിരുന്നു? 6 ആയിരുന്നു. 6 4 മൈനസ് ചെയ്ത ബാക്കി 2 ആണ് കിട്ടുക. പ്രിന്റ് ബ്രാക്കറ്റിനകത്ത് x 2 ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇങ്ങനെ ഇസ് ഈക്വൽ ടു, അതുപോലെ പെർസെൻറ്റേജ്, സ്റ്റാർ, എല്ലാ രൂപത്തിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. x വാല്യൂസ്. അപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേഷന് ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അതിന്റെ കൂടെ തന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നോക്കാം. ദാറ്റ് ഈസ് x is equal to 5, y is equal to 3. ഇത് എക്സാമ്പിൾ ആയിട്ട് വാല്യൂ കൊടുത്തത് മാത്രം. പ്രിന്റ് ബ്രാക്കറ്റിനകത്ത് x ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. എന്താണ് ഔട്ട്പുട്ട് കിട്ടാൻ നോക്കാം. എൻ്റർ ചെയ്ത് നോക്കാം.
ഇതിന്റെ ഔട്ട്പുട്ട് റിലേഷൻ ഓപ്പറേറ്റർ ആണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ആൾവേസ് ബൂളിയൻ ആയിരിക്കും. സോ ട്രൂ ഓർ ഫാൾസ് ആയിട്ട് നോക്കിയേ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു. എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. അതാണ് പ്രിന്റ് ചെയ്ത് വന്നത്. ഓക്കെ. സോ എക്സ് ഇസ് ഈക്വൽ ടു 5, വൈ ഇസ് ഈക്വൽ ടു 3. ആ രണ്ട് വാല്യൂസ് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് അതിന്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ ലെസ് ദാൻ പറയുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ കൊടുത്തു നോക്കാം. എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രൂ ആയി കിട്ടും. കറക്റ്റ് അല്ലേ? ഓക്കെ. സോ അതുപോലെ തന്നെ നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ മാത്രം നമുക്ക് സെറ്റ് വെക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പകരം ഗ്രേറ്റർ ദാൻ ഇറ്റ്സെൽഫ്. നോക്കിയേ, ഗ്രേറ്റർ ദാൻ എന്റെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും ട്രൂ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ ഭാഗം മാത്രം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലെസ് ദാൻ. നമുക്ക് ലെസ് ദാൻ കൊടുക്കാം. എൻട്രി ഫാൾസ്. ലെസ് ദാൻ അല്ലല്ലോ. 5 ലെസ് ദാൻ 3 ആണോ? അല്ല, ഫാൾസ് ആണ്. ഫാൾസ് പ്രിന്റ് ചെയ്ത് വന്നു. ഓക്കെ. ഇതുപോലെ ഓരോ വാല്യൂസ് നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വൺ മോർ തിങ്, എക്സിന്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 3 അങ്ങനെ തന്നെയാണല്ലോ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിന്റ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു വൈ ആണോ? എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു വൈ ആണോ? ആണ്, ശരിയാണല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതിന് ആൻസർ ട്രൂ ആയി കിട്ടും. എക്സ് നോട്ട് എക്സും വൈയും ഈക്വൽ അല്ലെന്ന് പറഞ്ഞു. ഈക്വൽ അല്ലല്ലോ, കറക്റ്റ് 5ഉം 3 ആണ്, ഈക്വൽ അല്ല. ദെൻ നെക്സ്റ്റ് അതേ സ്റ്റെപ്പ് നമുക്ക് ഈക്വൽ ടു കൊടുത്ത് നോക്കാം. എന്താ വരും നോക്കാലോ. ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണോ? അല്ല. അപ്പൊ എന്ത് കിട്ടും? ഫാൾസ് പ്രിന്റ് ചെയ്ത് തരും. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സും അതുപോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും നോട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്തു. ഇനി ആൻഡ് ഓപ്പറേഷൻ ഉണ്ട്, ഓർ ഓപ്പറേഷൻ ഉണ്ട് അല്ലെ? ലോജിക്കൽ ആൻഡ് ലോജിക്കൽ നോട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു 5ന്റെ വാല്യൂ സെറ്റ് ചെയ്തു. പ്രിന്റ് ബ്രാക്കറ്റിനകത്ത് നോട്ട്, ബ്രാക്കറ്റിനകത്ത് രണ്ട് വാല്യൂ രണ്ടെണ്ണം കൊടുക്കണ നോട്ട് കൊടുക്കണം. നോട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 3. എക്സ് ഗ്രേറ്റർ ദാൻ 3 നമ്മൾ എക്സാമ്പിൾ കൊടുക്കുകയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 3, നോട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 3. കൂടെ തന്നെ അതിന്റെ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം ആൻഡ് എക്സ് ലെസ് ദാൻ 10. ഇതിന്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കിയേ. എക്സ് പ്രിന്റ് ചെയ്യാൻ പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 3. എക്സ് എന്ന് പറഞ്ഞാൽ 3നേക്കാൾ ഗ്രേറ്റർ ആണ്, ആണല്ലോ, 5 ആണല്ലോ, ആണ്. ആൻഡ് അതുകൂടാതെ എക്സ് ലെസ് ദാൻ 10, അതും ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് നോട്ട് ആണ് പറയുന്നത്. നോക്കിയാൽ ആൻസർ എന്ത് വരും? ഫാൾസ്. ശരിക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ്. എക്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. രണ്ടും ട്രൂ ആണ്. ആ പറഞ്ഞ കേസ് ഈ രണ്ടും ട്രൂ ആണല്ലോ. ആ പറഞ്ഞ കേസ് തെറ്റാന്ന് അവർ പറഞ്ഞു, നോട്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫാൾസ് ആണ്. ശരിയല്ല, ആ പറഞ്ഞ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് ഇതൊന്ന് ഒഴിവാക്കാൻ നോക്കാം. ഈ ഒരു കണ്ടന്റ് ഈ നോട്ട് ഉണ്ടോ ഇവിടെ, നമുക്ക് ഈ നോട്ട് ഒന്ന് മാറ്റി നോക്കാം. നോട്ട് മാറ്റി നോക്കാം. ബ്രാക്കറ്റിന്റെ പ്രശ്നമാണ്. ഓക്കെ, നോട്ട് മാറ്റി. പ്രിന്റ് എക്സ് ഗ്രേറ്റർ ദാൻ 3 ആൻഡ് എക്സ് ലെസ് ദാൻ 10. ട്രൂ ആണല്ലോ. ട്രൂ. ആ ട്രൂവിന് ജസ്റ്റ് നോട്ട് കൊടുത്താൽ അത് തെറ്റെന്ന് വരും. അതുകൊണ്ട് ഒരു ഫാൾസും വരും. ഓക്കെ. സോ അവിടെ ആൻഡ് ഓപ്പറേഷൻ ആണ് ഡിസ്ക്രൈബ് ചെയ്തത്, ലോജിക്കൽ ആൻഡ്. ഇനി നമുക്ക് ലോജിക്കൽ ഓർ കൊടുത്തു നോക്കാം. എക്സിന്റെ വാല്യൂ 5, എക്സ് ഇസ് ഈക്വൽ ടു 5 സെറ്റ്. പ്രിന്റ് സെയിം കണ്ടന്റ് ആണ്. പ്രിന്റ് ബ്രാക്കറ്റിനകത്ത് എക്സ് ഗ്രേറ്റർ ദാൻ 3, എക്സ് ഗ്രേറ്റർ ദാൻ 3 ഓർ ആൻഡ് പകരം ഓർ കൊടുത്തു. എക്സ് ലെസ് ദാൻ 4, എക്സ് ലെസ് ദാൻ 4. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓർ അടിച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണോ? അതെ, ട്രൂ ആണ്. 5 അല്ലേ, അപ്പൊ ട്രൂ ആണ്. അതുപോലെ എക്സ് ലെസ് ദാൻ 4 ആണോ? അല്ല. പക്ഷെ ഓർ കേസ് ആകുമ്പോൾ ഇതിൽ ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ട്രൂ കിട്ടും അല്ലെ? ഔട്ട്പുട്ട് ട്രൂ ആയി. രണ്ടും ഫാൾസ് ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് ഫാൾസ് ആവും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇസ് ഈക്വൽ ടു കൊടുത്തു നോക്കാം. ഇവിടെ ഡബിൾ ഈക്വൽ ടു കൊടുക്കും. എന്റർ. അപ്പൊ ശരിയാലോ? ഡബിൾ ഈക്വൽ ടു വേണം. അപ്പോഴാണ് അത് ഈക്വൽ ടു ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ വരുള്ളൂ. ഈ ഒരു സിംഗിൾ ഈക്വൽ ടു കൊടുത്താൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ മാറും. അതാണ് പ്രോബ്ലം. ഓക്കെ അല്ലേ?
സോ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് 5 പറഞ്ഞു. അതുപോലെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അതായത് കമ്പാരിസൺ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, 3 ഓപ്പറേറ്റേഴ്സ്, പിന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത പ്രോഗ്രാമുമായി വരാം. ഓക്കെ, താങ്ക് യു.